ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെടും. കാരണം എരിവൊക്കെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ അവർ കഴിക്കും. അപ്പം നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളകും പൊടി യൂസ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലോട്ട് നന്നായിട്ട് അതൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. എന്നതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ 1 സൈഡ് ഇടുക. അത് വെന്ത് കഴിയുമ്പോൾ 2 സൈഡും കൂടെ ഇട്ട് വേവിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ ഇങ്ങനെ പൊരിക്കുന്നതും ഇടുന്നൊന്നും കാണിക്കാത്തത് നമുക്കറിയണതല്ലേ. അപ്പോൾ പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളി വേണം. ഒരു 3-4 ഉണ്ട വെളുത്തുള്ളി ഉണ്ടല്ലോ, അതെടുത്ത് നന്നായി പൊളിച്ചിട്ട് പകുതിയാക്കിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒരു ഹാഫ് വേവ് ആവുമ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ 3 ഉള്ളി എടുത്തിട്ട് 3 സവാള എടുത്തിട്ട് അത് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് പൊളിച്ച് ഓരോരോ അടർത്തി എടുത്തിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് ഒരുപാട് വേവിക്കരുത് സവാള കേട്ടോ. അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ അതിലോട്ടൊന്ന് പിടിച്ച് ആ എണ്ണകളൊക്കെ ഒന്ന് ആവണ രീതിയിലാക്കുക. എന്തായാലും എനിക്ക് ഈ പാനിൽ ഇത് ഫുള്ളും ചേർത്തെടുക്കാൻ കഴിയില്ല. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് നമ്മളിതിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് സവാളയ്ക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ ഫ്രൈ പാൻ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് സിമ്മിൽ വെക്കണേ. എന്നിട്ടൊരു ബൗളെടുത്തിട്ട് നമുക്ക് ആ ബൗളിലോട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ വേണം. ആ കോൺഫ്ലവർ കുറച്ച് വെള്ളം എടുത്തിട്ട് നീർദോശയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന രീതിയിൽ നമുക്ക് അത് കലക്കിയെടുക്കാം. അപ്പോൾ അത് കലക്കിയെടുത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് ഫ്രൈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം കൈ വയ്ക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇളക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കുറുകി വരും. അപ്പോൾ കൈ വയ്ക്കാതെ ഇളക്കാൻ പറയുന്നത് കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വയ്ക്കാണ്ട് ഇളക്കാൻ പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 4 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് വേണം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് യൂസ് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലി ഇലയും കൂടെ അതിലോട്ടിട്ടിട്ട് നമുക്ക് നേരത്തെ നമ്മൾ സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെച്ച മിക്സിലോട്ട് ചേർക്കാം. എന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കനും കൂടെ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. അത് ചെറിയ ഒരു തീ സിമ്മിലാക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചേർത്ത എല്ലാ മസാലകളും കോൺഫ്ലവറും ഒക്കെ നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇത്തിരി കറിവേപ്പിലയും കൂടെ നമുക്കിതിൽ ചേർക്കാം. അപ്പോൾ ഈ ചിക്കൻ ഗ്രേവി ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. സന്തോഷം. താങ്ക്സ് ഓൾ.